കൊച്ചിയിൽ കാപ്പിരി വിശ്വാസികളുണ്ട്, കാപ്പിരിയെ ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ കാപ്പിരിയെ ആരാധിക്കുന്നവർ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസമല്ല. കാപ്പിരി എന്നത് ഇന്ന് നമ്മൾ മലയാള വാക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിനർത്ഥം ബ്ലാക്ക് ആഫ്രിക്കൻ, കറുത്ത ആഫ്രിക്കക്കാരൻ എന്നാണ്. അങ്ങനെയുള്ള കറുത്ത ആഫ്രിക്കക്കാരനെ, കാപ്പിരിയെ ആരാധിക്കുന്ന ഒരു വിശ്വാസം നൂറ്റാണ്ടുകളായി കൊച്ചിയിൽ നിലനിൽക്കുന്നു. കൊച്ചിയുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകളായി കൊച്ചിയിലെ കാപ്പിരികൾ അഥവാ കറുത്ത ആഫ്രിക്കക്കാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ അടിമകളായി ഇവിടെ കൊച്ചിയിൽ കൊണ്ടുവരപ്പെട്ടവരാണ്. മതവും വിശ്വാസവും ചരിത്രവും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന കൊളോണിയൽ കാല ചരിത്രവുമായി ബന്ധമുള്ള, അടിമ കച്ചവടവുമായി ബന്ധമുള്ള ഒരു 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 പ്രതിഭാസമാണ് കൊച്ചിയിലെ ഇന്നത്തെ കറുത്ത ആഫ്രിക്കക്കാരൻ അഥവാ കാപ്പിരി. നമ്മൾ ഫോർട്ട് കൊച്ചിയിലെ തൊട്ടപ്പുറത്തുള്ള അടുത്തുള്ള മട്ടാഞ്ചേരിയിലെ മങ്ങാട്ടുമുക്ക് എന്ന സ്ഥലത്ത് പോയാൽ അവിടെ ഒരു കാപ്പിരിയെ ആരാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിനെ നാട്ടുകാർ വിളിക്കുക, അല്ലെങ്കിൽ കൊച്ചിക്കാർ വിളിക്കുക, കാപ്പിരിത്തറ എന്നാണ്. മങ്ങാട്ടുമുക്കിനെ ഇന്ന് അറിയപ്പെടുന്നത് കാപ്പിരിമുക്ക് എന്നാണ്. അങ്ങനെ ഈ കാപ്പിരിത്തറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു പബ്ലിക് റോഡിലുള്ള പൊതുയിടത്തിലുള്ള ഒരു ആരാധന സ്ഥലം, അവിടെ നിങ്ങൾ പകൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക ഈ ആരാധന ഇടത്തിൻ്റെ വശങ്ങളിൽ കത്തിക്കെട്ടുകഴിഞ്ഞ മെഴുകുതിരികളാണ് കാണാൻ കഴിയുക. രാത്രിയിൽ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അവിടെ വന്ന് കാപ്പിരിയെ പ്രാർത്ഥിച്ച് പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ പറയുമ്പോൾ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് കാപ്പിരിയെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ബിംബമോ പ്രതിമയോ ചിത്രമോ ഫോട്ടോഗ്രാഫോ അങ്ങനെ ഒന്നുമില്ല, ഒരു ഐഡലും ഇല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ആളുകൾ വരികയും അവിടെ വന്നിരുന്നിട്ട് ചിലർ മുട്ടുകുത്തി നട്ടാണ് പ്രാർത്ഥിക്കുക, ചിലർ കൈകൂപ്പി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അവിടെ നടത്തി പോകുന്നതാണ് കാണാം. മിക്കവാറും ആളുകൾ വന്നിട്ട് അവിടെ മെഴുകുതിരി കത്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള പ്രാർത്ഥന ഏതെങ്കിലും തരത്തിലുള്ള അച്ചടിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തലമുറകളായിട്ട് വാമൊഴിയായി പകർന്നു കിട്ടിയിട്ടുള്ള ഏതെങ്കിലും പ്രാർത്ഥനയോ ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥനയല്ല അവിടെ ഉള്ളത്. മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ അതൊരു ദൈവത്തോടുള്ള പ്രാർത്ഥനയല്ല. കാപ്പിരി ഒരിക്കലും ഒരു ദൈവമല്ല. കാപ്പിരി എന്നുള്ളത് ഈ കാപ്പിരി വിശ്വാസികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക അത് ഒരു രക്ഷകനോടുള്ള താല്പര്യമാണ്, അല്ലെങ്കിൽ ആരാധനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ വരുന്ന മിക്കവാറും ആളുകൾ കാപ്പിരിയോട് പ്രാർത്ഥിക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്. പ്രധാനമായിട്ടും സാമ്പത്തിക ആവശ്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള പ്രാർത്ഥനകളാണ് അവർ നടത്തുക, കാപ്പിരിയോടുള്ള അഭ്യർത്ഥനകളാണ് നടത്തുക. രസകരമായൊരു വസ്തുത, ഈ വരുന്ന ആളുകൾ കാപ്പിരിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ അവിടെ സമർപ്പിക്കാറുണ്ട്. ചില ആളുകൾ വിദേശ മദ്യമാണ് കൊടുക്കുക, പ്രത്യേകിച്ച് ബ്രാൻഡി അവിടെ സമർപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ചിലർ ചുരുട്ട്, അതായത് സിഗാർ അവിടെ കൊണ്ടുവന്നിട്ട് വയ്ക്കും. ചിലർ വറുത്ത അയിലമീൻ അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ചിലർ പുട്ട് കൊണ്ടുവന്ന് വയ്ക്കും, ഉപ്പില്ലാതെ വേവിച്ചെടുത്ത പുട്ട്, പാചകം ചെയ്ത പുട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ചിലർ വറുത്ത കോഴി, അതും ഉപ്പ് കുറഞ്ഞോ അല്ലെങ്കിൽ ഉപ്പില്ലാത്ത തരത്തിലുള്ള വിഭവമായിരിക്കും. ഇത്തരത്തിൽ ഉപ്പ് ഇഷ്ടമല്ലാത്ത ഒരു സങ്കല്പമാണ് കാപ്പിരി. ആ കാപ്പിരിക്ക് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവരെ ഉള്ളു തുറന്ന് കാപ്പിരിയോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സങ്കല്പം എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോഴേക്കും കാപ്പിരി അവിടെ എഴുന്നള്ളി വരികയും ഈ വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് അവസാനം ചുരുട്ട് പുകച്ച് വിശ്രമിച്ച് അവിടെ നിന്ന് പോവുകയും ചെയ്യും. പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കാപ്പിരി ഈ ആരാധിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അവരെന്താണോ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കും എന്നാണ് സങ്കല്പം. നമ്മൾ
നേരത്തെ പറഞ്ഞ പോലെ കാപ്പിരി എന്നുള്ളത് ഇവിടെ ആ വാക്ക് മലയാളത്തിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മൂലം പണ്ഡിതന്മാർ പറയുന്നത്, ആ വാക്കിൻ്റെ മൂലം എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത് അത് അറബി വാക്കിൽ നിന്ന് വന്നു എന്നാണ്. അതായത് കാഫിർ എന്ന് പറയുന്ന അറബി വാക്കിൽ നിന്ന് ഉണ്ടായ ഒരു പദമാണ് കാപ്പിരി എന്നാണ് അവർ പറയുന്നത്. കാഫിർ എന്ന് പറഞ്ഞാൽ അർത്ഥം അന്യൻ അല്ലെങ്കിൽ ഔട്ട്സൈഡർ എന്നാണ്. കൊച്ചിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1341 കൊച്ചി ഒരു തുറമുഖമായി രൂപപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അക്കാലം മുതൽക്ക് തന്നെ അറബികൾ ഇവിടെ കച്ചവടത്തിന് വരികയുണ്ടായി. അക്കാലത്ത് ഇന്ന് കാണുന്ന ആധുനിക തരത്തിലുള്ള കപ്പലുകളായിരുന്നില്ല ഉണ്ടായിരുന്നത്. അറബികൾ വരുമായിരുന്ന കപ്പലുകൾ പാക്കപ്പലുകളായിരുന്നു. അത് മരം കൊണ്ടുള്ള വുഡൻ അല്ലെങ്കിൽ മരത്തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കപ്പലുകളാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തുന്ന അറബികൾ, ആ അറബി കപ്പലുകൾ, ആ കപ്പലുകളിൽ പണിയെടുക്കാൻ അവർ പലപ്പോഴും അടിമകളെ കൊണ്ടുവന്നിരുന്നു. അവർ മിക്കവാറും പേര് കാപ്പിരികൾ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നുള്ള അടിമകളായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് അറബി കച്ചവടത്തിന് വന്ന അറബി കപ്പലുകളിലൂടെ ആയിരുന്നിരിക്കണം ഇവിടെ കാപ്പിരികൾ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് കൊച്ചിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1500 അതായത് 16-ാം നൂറ്റാണ്ടിന് ആദ്യം മുതൽക്കേ പോർച്ചുഗീസുകാർ ഇവിടെ വരികയുണ്ടായി. അവരിവിടെ വരികയും ഫോർട്ട് കൊച്ചിയിൽ അവരൊരു ഒരു 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 ഫോർട്ട് അല്ലെങ്കിൽ ഒരു കോട്ട കെട്ടി ഒരു നഗരം പണിത് അവരവിടെ ഒരു 1.5 നൂറ്റാണ്ടിലധികം, ഏകദേശം 163 വർഷം ഫോർട്ട് കൊച്ചിയിൽ പോർച്ചുഗീസുകാർ അവരവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ കാലത്തൊക്കെ ഈ പോർച്ചുഗീസ് നഗരത്തിൽ പോർച്ചുഗീസ് ഇടപാടുകളിൽ അവരുടെ വ്യാപാരങ്ങളിൽ ഒക്കെ അതിൻ്റെ ഭാഗമായിരുന്നു കാപ്പിരികൾ. ലിസ്ബണിൽ നിന്ന് പോർച്ചുഗലിലെ തലസ്ഥാനമായിരുന്ന ലിസ്ബണിൽ നിന്ന് പുറപ്പെടുന്ന കപ്പലുകൾ ആഫ്രിക്കയിലെത്തി അവിടുന്ന് അടിമ കച്ചവടം നടത്തി അവിടുന്ന് കൊണ്ടുവരുന്ന അടിമകളുമായിട്ടാണ് ആ കപ്പലുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നത്. ഇവിടെ എത്തുന്ന കാപ്പിരികൾ ഈ പോർച്ചുഗീസ് വ്യവസ്ഥയുടെ ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്ന പോർച്ചുഗീസ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു. പിന്നീട് 1663 ആയപ്പോഴേക്കും പോർച്ചുഗീസുകാരുടെ ഭരണം അവസാനിക്കുകയും ആ സ്ഥാനത്ത് ഡച്ചുകാരുടെ ഭരണം വരികയും ചെയ്തു. നമ്മൾ ചരിത്രം പറയുന്നത് 1663 ജനുവരിയോടുകൂടി ഒരു യുദ്ധത്തിൻ്റെ അവസാനത്തിൽ പോർച്ചുഗീസുകാരെ ഡച്ചുകാരെ തോൽപ്പിച്ച് ഇവിടെ നിന്ന് ഓടിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. തുടർന്ന് ഡച്ച് വ്യവസ്ഥ ഇവിടെ വന്നു. ഡച്ച് വ്യവസ്ഥ എന്ന് പറയുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ VOC എന്ന് ചുരുക്കപ്പേർ അറിയപ്പെടുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരുന്നു ഫോർട്ട് കൊച്ചി. അക്കാലത്തും അടിമകൾ അഥവാ ബ്ലാക്ക് ആഫ്രിക്കൻസ് കാപ്പിരികൾ ആ വ്യവസ്ഥയുടെയും ഭാഗമായിരുന്നു. പിന്നീട് ഏതാണ്ട് 1795 ആയപ്പോഴാണ്, അതിനുശേഷമാണ് ബ്രിട്ടീഷ് വ്യവസ്ഥ കൊച്ചിയിൽ വരുന്നത്. ഈ കാലം മുതൽ ബ്രിട്ടീഷുകാർ യഥാർത്ഥത്തിൽ അവർക്ക് മുമ്പുണ്ടായിരുന്ന പോർച്ചുഗീസുകാരെ പോലെയോ അല്ലെങ്കിൽ ഡച്ചുകാരെ പോലെ അടിമ വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അത് തുടരുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടല്ല അവർ സ്വീകരിച്ചിരുന്നത്. അവരുടെ നിലപാട് അടിമത്തത്തിനെതിരെയായിരുന്നു, അടിമ കച്ചവടത്തിനെതിരെയായിരുന്നു. അതിനാൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അക്കാലത്തുണ്ടായിരുന്ന ബ്ലാക്ക് ആഫ്രിക്കൻസിനെ അല്ലെങ്കിൽ കാപ്പിരികളെ അവർ ആ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെങ്ങോട്ടാണ് അന്നവിടെ ഉണ്ടായിരുന്ന കാപ്പിരികൾ എങ്ങോട്ടാണ് പോയതെന്ന് ഇനിയും നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതിനുള്ള പഠനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കാപ്പിരികൾ പിന്നീട് വളരെ രസകരമായ ഒരു പ്രതിഭാസമായിട്ട് കൊച്ചിക്കാരുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടായത്. ഇവിടെയുള്ള വിശ്വാസം പറയുകയാണെങ്കിൽ, ചില പഴയ കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ, അത് ഡച്ച് കാലത്തും പോർച്ചുഗീസ് കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ തകർന്നു പോകുമ്പോൾ അതിനകത്ത് ഭിത്തിക്കകത്ത് കാപ്പിരികളുടെ സ്കെൽട്ടൻ കാണാം, അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇവിടെ കൊച്ചിയിൽ നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കാപ്പിരിയുടെ സ്കെൽട്ടൻ ആണോ എന്നറിയില്ല. എന്നാൽ പോലും
പലപ്പോഴും ഭിത്തിക്കകത്ത് നിന്ന് അല്ലെങ്കിൽ ചില കെട്ടിടങ്ങളുടെ അടിത്തറയകത്ത് നിന്ന് ഒക്കെ അസ്ഥികൂടങ്ങൾ കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാപ്പിരി ഇവിടെ കാപ്പിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ 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 വിശ്വാസം അല്ലെങ്കിൽ കേട്ടുകേഴ്വി ചരിത്രത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. അതിൻ്റെ ഒരു ബാക്കി എന്നോണം ഇന്ന് വിശ്വാസത്തിൽ, ജനങ്ങളുടെ വിശ്വാസത്തിൽ കാപ്പിരി നിറഞ്ഞു നിൽക്കുന്നു. കാപ്പിരി പ്രീതിപ്പെടുത്താൻ വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നു. കാപ്പിരിക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്നു. അങ്ങനെ ഒരു വ്യവസ്ഥ ഇവിടെ നിൽക്കുന്നു. ഇത് കൂടാതെ തന്നെ പബ്ലിക് സ്പേസിൽ കാപ്പിരി ആരാധിക്കുന്നത് കൂടാതെ തന്നെ ഒരുപാട് ആളുകൾ, കാപ്പിരി വിശ്വാസികൾ, അവരുടെ വീട്ടിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ വീടിനോട് അടുത്ത സ്ഥലങ്ങളിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കാപ്പിരിയെ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാപ്പിരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു കല്ല് വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായവും ഇവിടെ നിലവിലുണ്ട്. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം എല്ലാ തരത്തിലുള്ള ആളുകളും കാപ്പിരി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവർക്ക് ഒരുപാട് കഥകൾ കാപ്പിരിയെക്കുറിച്ച് പറയാനുണ്ട് എന്നുള്ളതാണ്. ഒരു സെക്യുലർ വിശ്വാസമായിട്ടാണ് കാപ്പിരി ഇവിടെ നിലനിൽക്കുന്നത്. രസകരമായ ഒരു വിശ്വാസമായിട്ട് ചരിത്രത്തിൽ പറഞ്ഞു കിട്ടിയിട്ടുള്ള ഒരു വിശ്വാസമായി ഇവിടെ കാപ്പിരി നിലനിൽക്കുന്നു. അതിനെക്കുറിച്ചിട്ട് വലിയ വലിയ പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാപ്പിരി മലയാള സാഹിത്യത്തിലേക്കും കടന്നു വന്നു. ശ്രീ പൂഞ്ഞിക്കര റാഫി എഴുതിയ അദ്ദേഹത്തിൻ്റെ പ്രശസ്ത നോവൽ ഓരോപ്ര നോബിസ്, അതിലെ ഒരു പ്രധാന കഥാപാത്രം കാപ്പിരിയാണ്. പിന്നീട് PF മാത്യൂസ് എഴുതിയ അടിയാളപ്രേതം എന്ന നോവൽ, അതിലും കാപ്പിരിയാണ് കടന്നു വരുന്നത്. NS മാധവൻ്റെ ലണ്ടൻ ബത്തേരിയുടെ ലുത്തീനിയകൾ, അതിൽ കാപ്പിരിയുണ്ട്. ഒരു ഇംഗ്ലീഷ് നോവലിൽ മായ എന്നു പേരുള്ള ഒരു കൊച്ചിക്കാരനായിട്ടുള്ള ഒരാൾ ജോർജ് എഴുതിയിട്ടുള്ള മായ എന്ന ഇംഗ്ലീഷ് നോവലിലും കാപ്പിരി കടന്നു വരുന്നുണ്ട്. കൊച്ചിയുടെ സമീപത്തുള്ള ദ്വീപുകളിൽ, ഉദാഹരണത്തിന് വൈപ്പിൻ ദ്വീപ്, മുളകുകാട് ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, അങ്ങനെയുള്ള ദ്വീപുകളിൽ ഏതാണ്ട് 30ഓളം ദ്വീപുകൾ അവിടെയുണ്ട്. ഈ ദ്വീപുകളിൽ ചിലയിടങ്ങളിലൊക്കെ കാപ്പിരി ആരാധനയുണ്ട്. അവിടെ ചില ക്ഷേത്രങ്ങളിൽ ഒരു ഭാഗത്തായിട്ട് കാപ്പിരി പ്രതിഷ്ഠകളുണ്ട്. ഇപ്പോൾ പുന്നാരിമംഗലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കാപ്പിരിക്ക് വേണ്ടി ഒരു അമ്പലം, ചെറിയൊരു അമ്പലമാണ് അത്, അവിടെ വർഷങ്ങളായിട്ട് തന്നെ അവിടെയുണ്ട്. അങ്ങനെ കാപ്പിരി ഈ പ്രദേശത്ത് കൊച്ചിയുടെ മാത്രമല്ല, കൊച്ചിക്ക് സമീപമുള്ള മറ്റ് ഗ്രാമങ്ങളിലും തുരുത്തുകളിലുമൊക്കെ ഈ കാപ്പിരി എന്ന സങ്കല്പം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും.